ഹായ്, വെൽക്കം ടു എക്സ്പ്ലെയിൻ വാല ബൈ IAS ഫാക്ടർ. ഞാൻ അർജുൻ ആർ ശങ്കർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന വാർത്തയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വളരെ ഇതായിട്ട് വരുന്നൊരു വാർത്തയാണ്. അതായത് സൈമിൾട്ടേനിയസ് എലക്ഷൻ അല്ലെങ്കിൽ വൺ നേഷൻ വൺ എലക്ഷൻ, ഒരു ഇന്ത്യ ഒരൊറ്റ എലക്ഷൻ. അപ്പോൾ കുറേ പേർക്കെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു മേജർ കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു 360 പെർസ്പെക്റ്റീവ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ വളരെ പ്രധാനമായിട്ടും ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് നമുക്ക് ഈ എലക്ഷൻ എന്താണ്. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഇന്ത്യയിൽ എലക്ഷൻ വരുമ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത് നമുക്ക് ഇന്ത്യയിൽ എപ്പോഴെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ബൈ ഇലക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ നടക്കും, ഇനി കുറേ കഴിയുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടക്കും. സോ ഈ എലക്ഷൻ സർക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം, ഇലക്ഷൻ കമ്മീഷന് എല്ലാ കൊല്ലവും റൗണ്ട് ദ ക്ലോക്ക് എപ്പോഴും എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ചിലവാക്കുന്ന പൈസ ഭയങ്കര ഹൈ ആണ്. പൈസ മാത്രമല്ല, നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുന്ന മാൻ പവറും വളരെ ഹൈ ആണ്. എന്തോരം സെക്യൂരിറ്റി പേഴ്സണൽസ്, ഗവൺമെൻറ് എംപ്ലോയീസ് എല്ലാവരും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായാലാണ് നമുക്ക് എലക്ഷൻ നടത്താൻ പറ്റുക. സോ വളരെ വർഷങ്ങൾക്കായിട്ട് ഒരു വലിയൊരു ഡിസിഷൻ വേണ്ടി ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുന്നത്. ഇത് വേണ്ടിയല്ല, അതായത് ഇന്ത്യയിൽ മൊത്തം ലോക്സഭയാണെങ്കിലും സ്റ്റേറ്റ് അസംബ്ലി ആണെങ്കിലും ഇനി വേണമെങ്കിൽ പഞ്ചായത്ത് എലക്ഷൻസ്, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ, മൊത്തത്തിൽ ഇന്ത്യയിലെ എലക്ഷൻസ് എല്ലാം കൂടെ ഒറ്റ എലക്ഷനാക്കി മാറ്റണം. സോ ദാറ്റ് ഇടയ്ക്കിടയ്ക്ക് എലക്ഷൻ നടക്കേണ്ട, എല്ലാം ഒരൊറ്റ കോമൺ സൈക്കിൾ. ഇങ്ങനെ ഒരു എലക്ഷൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ വൺ നേഷൻ വൺ എലക്ഷൻ അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് എലക്ഷൻ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ എക്സ്പ്ലെയിൻ വാലയിൽ ഈ ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. When made history. He had no plan to replace it. It was also possible for him to make other choices. You embrace people. So accepted, but I can't think that the whole notion worked perfectly. നമുക്ക് ഒരു ചെറിയ വിഷ്വലൈസേഷൻ ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ വൺ നേഷൻ വൺ എലക്ഷൻ വന്നു, ഇത് ഇങ്ങനെ തന്നെയാണോ എന്നുള്ളതല്ല, നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതായത് നിങ്ങൾ വോട്ടിങ്ങിന് പോവാണ്, ഒറ്റ എലക്ഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ EVM വോട്ടിംഗ് മെഷീനിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് MLA എലക്ഷൻ ഉണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്ഥാനാർത്ഥികളുണ്ട് നമ്മുടെ ഇവിടെ. അതേപോലെ തന്നെ ലോക്സഭയ്ക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്. ഇനി അതുമല്ല, താഴേക്ക് പഞ്ചായത്ത് ലെവൽ, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ എലക്ഷൻ ഉണ്ടെങ്കിൽ ഇത്രയും കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് EVM മെഷീൻസ് ഉണ്ടാവും. നിങ്ങൾ ആദ്യം MLAക്ക് വോട്ട് ചെയ്യണം, പിന്നെ MP വോട്ട് ചെയ്യണം. അങ്ങനെയാണോ ഇനി ഇത് സംഭവിക്കാൻ പോണത്? ഞാൻ വെറുതെ ഒരു വിഷ്വലൈസേഷൻ പറഞ്ഞതാണ്. എന്തായാലും വൺ നേഷൻ വൺ എലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ചലഞ്ചസും ഒരുപാട് പോസിബിലിറ്റീസും ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ മാറി വന്ന ഒരുപാട് ലോ കമ്മീഷൻസ് 1999-ലെയും 2018-ലെയും ലോ കമ്മീഷൻ പറയുന്നുണ്ട് നമുക്കൊരു സൈമിൾട്ടേനിയസ് എലക്ഷൻ വെക്കാം, അല്ലെങ്കിൽ ഒരു ഒറ്റ എലക്ഷൻ മതി ഇന്ത്യയിൽ എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നീതി ആയോഗിൻ്റെ 2017 റിപ്പോർട്ട് പറയുന്നുണ്ട് നമുക്ക് ഇന്ത്യയിൽ സൈമിൾട്ടേനിയസ് എലക്ഷൻ നല്ലതാണ്, അതൊരു നല്ല സൊല്യൂഷനാണെന്ന് പറയുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പഴയ ഫോമർ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദും ഒരു പാനലും കമ്മിറ്റിയും ഒക്കെ ഹെഡ് ചെയ്തിട്ടും പറയുന്നുണ്ട് ഇന്ത്യയിൽ സൈമിൾട്ടേനിയസ് എലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ബില്ലെന്ന രീതിയിൽ പാർലമെന്റിലും ഇതിലും ചർച്ച വരുന്നുണ്ട്. പക്ഷേ ശരിക്കും ഇത് വന്നാൽ നല്ലതാണോ? ഇന്ത്യയിൽ ഒരു വൺ നേഷൻ വൺ എലക്ഷൻ വന്നാൽ നല്ലതാണോ എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ ഏറ്റവും നല്ല പോസിറ്റീവ്സ് പറയുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ സൈമിൾട്ടേനിയസ് എലക്ഷൻ ഒരു പുതിയ സംഭവമൊന്നുമല്ല. ഇന്ത്യയിൽ തന്നെ ശരിക്കും സൈമിൾട്ടേനിയസ് എലക്ഷൻ നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമല്ല. നമ്മൾ 1952 തൊട്ട് ആദ്യത്തെ നമ്മുടെ ഇലക്ഷനിൽ ആദ്യത്തെ 4 ടേമിൽ നമുക്ക് ഓൾറെഡി സൈമിൾട്ടേനിയസ് എലക്ഷൻ ഇന്ത്യ കണ്ടിട്ടുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത്. പക്ഷെ അന്ന് കോൺഗ്രസ് മിക്കവാറും സ്റ്റേറ്റിലും ഇതിലും സെൻട്രലിലെല്ലാം കോൺഗ്രസ് ഉള്ളതുകൊണ്ട് അത് വളരെ എളുപ്പമായിരുന്നു, അവർക്കൊരു നടത്താൻ എളുപ്പമായിരുന്നു. പക്ഷേ പിന്നീട് അത് 1969 ശേഷം പിന്നീട് നമുക്കത് നടത്താൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളിത് പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നൊരു കാര്യമൊന്നുമല്ല, ഓൾറെഡി ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം 1952 ആ കാലഘട്ടമാണോ ഇന്ന് എന്നൊരു വലിയ ചോദ്യമുണ്ട്. സോ എന്തായാലും വി ഹാവ് എ പ്രയർ ഹിസ്റ്ററി ഓഫ് കണ്ടക്ടിങ് നാഷണൽ എലക്ഷൻസ് അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് എലക്ഷൻ നടത്തി നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ ഇതിൻ്റെ കോസ്റ്റാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തോരം പൈസയാണ്, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇനത്തിൽ എന്തോരം പൈസയാണ് നമ്മൾ ഫണ്ട് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് എലക്ഷൻസിന് വേണ്ടി. ത്രൂ ഔട്ട് എല്ലാ കൊല്ലവും ഇങ്ങനെ ഓരോ ഇലക്ഷന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഒറ്റ ഇലക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും ഫണ്ടും ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ നമുക്ക് ഒന്നും കൂടെ സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്പെൻസ് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും
ത്രൂ ഔട്ട് ദി ഇയർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഒറ്റ പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്കത് കാണാൻ പറ്റും. സോ ഫിനാൻഷ്യൽ ബർഡൻ കുറയ്ക്കാമെന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2, സെക്യൂരിറ്റി ഡിപ്ലോയ്മെൻറ്റ്. നമ്മുടെ സെക്യൂരിറ്റി ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എന്തോരം സെക്യൂരിറ്റിയാണ്. കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ പോലീസ് ഫോഴ്സ് ആണെങ്കിലും പാരാമിലിറ്ററി ഫോഴ്സസ് ആണെങ്കിലും ഈ ഇലക്ഷൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്തോരം ആൾക്കാരാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. ഏത് ഇലക്ഷൻ വന്നാലും ആൾക്കാർ അതിനുവേണ്ടി ഡ്യൂട്ടിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരും. സോ നിങ്ങൾ മലയാളത്തിലെ മറ്റേ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മമ്മൂട്ടിയുടെ ഉണ്ട സിനിമ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇലക്ഷന് വേണ്ടി കേരള പോലീസ് അവിടെ പോയി നക്സൽസ് ഏരിയയിൽ പോയി പ്രവർത്തിക്കുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സിനിമയിലൊക്കെ നമുക്കറിയാം എവിടെ പോലും നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ വന്നാലും പുറത്തുള്ള പഞ്ചാബ് പോലീസൊക്കെ ഇവിടെ ഡ്യൂട്ടിക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ മൊത്തത്തിലൊരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അത്രയും ഹെവി ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഫോഴ്സസ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ത്രൂ ഔട്ട് വെക്കുമ്പോൾ നമ്മുടെ ലോ ആൻഡ് ഓർഡറിൽ ഉപയോഗിക്കേണ്ട ആൾക്കാരെല്ലാം ഇലക്ഷൻസിന് ഇങ്ങനെ പല പ്രാവശ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതും ഒരു നെഗറ്റീവായിട്ട് കാണാറുണ്ട്. നമുക്ക് കമ്പൈൻഡ് ഒരു കോമൺ ഇലക്ഷൻ വന്നാൽ ഇതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് വൺ ടൈം ആയിട്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസ് പലപ്പോഴും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇലക്ഷൻസിൽ ഇൻ്റർ സ്റ്റേറ്റ് എംപ്ലോയീസ് പോകാറുണ്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വർക്കിംഗ് ഫോഴ്സ് എപ്പോഴും ഇലക്ഷൻ്റെ പിന്നാലെ ആയിരിക്കും, ഇലക്ഷൻ കമ്മീഷനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ത്രൂ ഔട്ട് വരുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് എംപ്ലോയീസിനെ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാമെന്ന് പറയുന്നൊരു ആശയം കൂടെ ഇതിനകത്തുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. ഈ ഇലക്ഷൻസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്ന ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് വരും. MCs നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ഈ അടുത്ത് കണ്ടൊരു സംഭവമാണ്. നമ്മൾ ഓൾറെഡി ഇലക്ഷനിലേക്ക് മുന്നേ നമ്മളൊരു സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാസം എല്ലാ സ്ത്രീകൾക്കും 18 വയസ്സ് തൊട്ട് 58 അല്ലെങ്കിൽ 60 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും മാസം 2000 രൂപ വെച്ച് അക്കൗണ്ടിൽ തരുന്നുണ്ട് എന്നൊരു സംഭവം നമ്മൾ അനൗൺസ് ചെയ്തു. പക്ഷേ നമ്മൾ ഇലക്ഷൻ സമയത്ത് നമ്മളിതുവരെ ഫണ്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഇലക്ഷൻ സമയമാകുമ്പോൾ നമ്മൾ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും ഫണ്ട് കൊടുക്കുമ്പോൾ ഉടനെ എതിർ പാർട്ടി പ്രശ്നം ഉണ്ടാക്കും. കാരണം മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാൻ പാടില്ല. വോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുള്ള സ്ഥിതിക്ക് പക്ഷേ അവിടെ പാർട്ടി പറയും ഞങ്ങളിത് ഇന്ന് കൊണ്ടുവന്നതല്ല, വർഷങ്ങൾക്ക് മുന്നേ അനൗൺസ് ചെയ്തതാണ്, പക്ഷേ ഇപ്പോഴാണ് ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൺഫ്യൂഷനാണ്. ഫണ്ട് കൊടുക്കുന്നത് നല്ല കാര്യത്തിനാണ്, പക്ഷേ ഇലക്ഷൻ്റെ സമയത്ത് ഫണ്ട് കൊടുക്കുന്നത് വോട്ട് പിടിക്കാനാണെന്നുള്ളൊരു ധാരണ വരുമ്പോൾ അതൊരു വലിയൊരു ചലഞ്ചും കൂടെ അവിടെ വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പലപ്പോഴും ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ എടുക്കുന്ന സ്റ്റാൻസ് ഈ ഇലക്ഷൻ സമയത്ത് വരുമ്പോൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് നിൽക്കുക പല സ്കീമുകളും സാധാരണക്കാർക്ക് കിട്ടേണ്ട വെൽഫെയർ പലതും മുന്നോട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു വലിയ ചലഞ്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അതേപോലെ തന്നെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും സ്പെൻഡ് ചെയ്യുന്ന പൈസ, ഇലക്ഷന് വേണ്ടി ചിലവാക്കുന്ന പൈസ ഇലക്ഷൻ കമ്മീഷൻ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഇപ്രാവശ്യം പഞ്ചാബിലാണോ മഹാരാഷ്ട്രയിലാണോ ജാർഖണ്ഡിലാണോ ഇതിങ്ങനെ മോണിറ്റർ ചെയ്യാന്നുള്ളതും വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ നമുക്കൊരു 1 നേഷൻ 1 ഇലക്ഷൻ വന്നാൽ എല്ലാവരും പറയുന്നു ഓരോ പൊളിറ്റിക്കൽ പാർട്ടി ചിലവാക്കുന്ന പൈസ കുറയും, അല്ലെങ്കിൽ അവർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ദി എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദി ഇൻവെസ്റ്റ് അത് ഒരു പരിധി വരെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് കുറച്ചും കൂടെ നന്നായിട്ട് ഇത് മോണിറ്റർ ചെയ്യാം. സോ ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് പറഞ്ഞാലും ഒരു കോമൺ ഇലക്ഷൻ കൊണ്ടുവരുമ്പോൾ ഡെഫിനറ്റ്ലി ഇതേപോലത്തെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഇത്രയും സംഭവം, അതായത് നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ ദ വേൾഡ്. ഇത്രയും ആൾക്കാരുള്ള ഏകദേശം 900 മില്യണിന് മുകളിൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇതെല്ലാം ഒറ്റയടിക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് എളുപ്പമാണോ? ഇതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇംപ്ലിക്കേഷൻസ് ഇല്ലേ? എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളുകൾ നമ്മൾ മാറ്റേണ്ടി വരും? സ്റ്റേറ്റ്സിൻ്റെ റാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത്ര സ്റ്റേറ്റുകളുടെ സമ്മതം വേണ്ടേ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവരണ്ടേ? വലിയ ഒരു കടമ്പ തന്നെ കടക്കാനുണ്ട് ഗവൺമെൻറ്. പക്ഷേ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ്സ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെന്നും കൂടെ ഇതിൽ ഡിസ്കസ് ചെയ്യാം. സോ ചലഞ്ചസ് ഇത് മാത്രമല്ല, ഇനി വേറൊരു ചലഞ്ചസ് പറയുന്നത് ഇപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്സ്, തമിഴ്നാട് ഒരുപാട് സ്റ്റേറ്റ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ സ്പിരിറ്റിൻ്റെ അഗേൻസ്റ്റ് ആണ് ഇങ്ങനത്തെ ഇലക്ഷൻ എന്നാണ് പല സ്റ്റേറ്റ്സും പറയുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ നമ്മളൊരു കട്ട് ഓഫ് ഡേറ്റ് ഇടാണ്, ഇന്ന വർഷം തൊട്ട് നമുക്ക് കോമൺ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ ഒരുമിച്ച് ഇലക്ഷൻ വരാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആ ഇലക്ഷന് തൊട്ട് മുന്നേ ഇപ്പോൾ റീസെൻ്റ്ലി ജാർഖണ്ഡോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയോ ഇനിയിപ്പോൾ വരാൻ പോകുന്ന അടുത്ത മെയിൻ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഒരു ഡേറ്റ്. ഉദാഹരണം ഒരു എക്സാമ്പിൾ എടുക്കാം, ഒരു ഡേറ്റ് 2026 ഒരു മെയിൻ ഇലക്ഷൻ വരാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2025 ചിലപ്പോൾ എവിടെയെങ്കിലും ഇലക്ഷൻ നടന്നിട്ടുണ്ടാവും ഏതെങ്കിലും സ്റ്റേറ്റ് അസംബ്ലിയിൽ. പക്ഷെ അവർക്ക് വളരെ കുറച്ച് സമയമേ കിട്ടുള്ളൂ, അവർക്ക് 5 വർഷം തേക്കാൻ പറ്റില്ല. അപ്പോൾ പല സ്റ്റേറ്റ്സിനും ഇങ്ങനത്തെ കുറേ കൺസേൺസ് ഉണ്ട്.
അപ്പോൾ ഈ കൺസേൺസിനൊക്കെ എന്ത് സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും. സോ ഇതൊക്കെ ഒരു ചലഞ്ചാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിന് ആ ഭരണം 5 വർഷത്തെ തുടർ ഭരണം അല്ലെങ്കിൽ അതിനു മുന്നേ ഡിസോൾവ് ചെയ്യേണ്ടി വരും അസംബ്ലി. അത് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെഡറൽ സ്പിരിറ്റിന് എതിരാണ് എന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. പിന്നെ റീജിയണൽ പാർട്ടികളല്ല, ഇങ്ങനത്തെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെറിയ റീജിയണൽ പാർട്ടികളുണ്ട്, ഇവരെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് നാഷണൽ കോൺസ്റ്റിറ്റ്യുവൻസി ഫിനോമിനൻ. അതായത് വലിയ പൊളിറ്റിക്കൽ പാർട്ടി, വലിയ നാഷണൽ പാർട്ടികൾ വലിയ വലിയ നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ചെറിയ പാർട്ടീസ്, ചെറിയ റീജിയണൽ പാർട്ടീസ് എല്ലാം പരോക്കിയൽ ഇഷ്യൂസ്, ചെറിയ ചെറിയ ഇഷ്യൂസ് പറഞ്ഞ് സൈഡ് ലൈൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു ചലഞ്ചാണ്. അപ്പോൾ ഇതൊരു ചലഞ്ചാണ്. അതേപോലെ തന്നെ പറയുന്നത് EVM ആണ്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു എത്ര EVM വേണ്ടി വരുന്നില്ലേ. നമുക്ക് ഓൾറെഡി നമുക്ക് ഫോഴ്സും സെക്യൂരിറ്റി ഫോഴ്സസിനെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാം, പക്ഷേ എത്ര ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് വേണ്ടി വരും. ഇതിൻ്റെ ചെക്കിങ്, ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ, ടെക്നോളജിക്കൽ ആസ്പെക്റ്റ് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. ഇനി അത് മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരണ്ടേ. ഇപ്പോൾ ആർട്ടിക്കിൾ 82, ആർട്ടിക്കിൾ 83, ആർട്ടിക്കിൾ 172, ആർട്ടിക്കിൾ 174, 356 ഇങ്ങനെ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ പല സെഗ്മെൻറ്റുകളും പല സെക്ഷനുകളും അമെൻഡ് ചെയ്യപ്പെടണം. ഇതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓൾറെഡി 1 ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലോക്സഭ ഇലക്ഷനും സ്റ്റേറ്റ് അസംബ്ലിയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ അതിലും നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ചിലതിൽ ഇപ്പോൾ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ് റാറ്റിഫൈ ചെയ്യണോ വേണ്ട എന്നുള്ളൊരു ചോദ്യം വരും. ഇനി ഇലക്ഷൻസ് എല്ലാം ഒരുമിച്ച് തന്നെ, പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പൽ ഇലക്ഷൻസും നമ്മൾ ഒരുമിച്ചാണെങ്കിൽ അപ്പോൾ ആർട്ടിക്കിൾ പ്രധാനപ്പെട്ട നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് 73, 74th അമെൻമെൻറ്റ് പഞ്ചായത്ത് രാജിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അമെൻഡ് ചെയ്യപ്പെടേണ്ടി വരും. സോ സ്റ്റേറ്റ് അസംബ്ലി, ലോക്സഭ, അതേപോലെ സ്റ്റേറ്റ് അസംബ്ലി താഴേക്കുള്ള 3 ടയറിലും ഇലക്ഷൻ ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോൾ ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് പ്രോസസ്സ് ആയിരിക്കും. ഇനി അത് കൊണ്ടുവന്നാൽ തന്നെ അത് എത്രത്തോളം നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇത് ഫെഡറൽ സ്പിരിറ്റിന് എതിരാണെന്ന് പറയുമ്പോൾ ഇന്ത്യ തന്നെ നമുക്കൊരു ക്വാസി ഫെഡറൽ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ബേസിക് സ്ട്രക്ചർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ അനുസരിച്ച് നോക്കുമ്പോൾ റൂൾ ഓഫ് ലോ ആണെങ്കിലും സെക്യുലറിസം ആണെങ്കിലും അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണെങ്കിലും ഒക്കെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ, ഒരു സൈമിൾട്ടേനിയസ് ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ ഫെഡറൽ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. കാരണം ഇതുകൊണ്ട് ഇന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് റിലേഷൻസോ ഫിനാൻഷ്യൽ റിലേഷൻസോ ഒന്നും മാറുന്നില്ല. ഇതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആകെ മാറ്റം വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിക്ക് വേണ്ടി നമ്മൾ ഒരു ഒറ്റ ഇലക്ഷൻ കൊണ്ടുവരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ ഫെഡറൽ പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ, ഗവൺമെൻറ് അതിനെ കൗണ്ടർ ചെയ്യുന്ന വാദമാണ്. കാരണം ഈ പറയുന്ന എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റ് എടുത്താലും ഈ സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും മാറുന്നില്ല. ആ ഫെഡറലിസത്തിൻ്റെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിക്ക് വേണ്ടി നമ്മൾ ഒറ്റ ഇലക്ഷൻ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ റിലേഷൻ മാറുന്നില്ല എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. എന്തായാലും ഇതൊരു വലിയ ചർച്ച തന്നെയാണ്. ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ ഇനി ഒരു കോമൺ ഇലക്ഷൻ വന്നാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആശയം നല്ലതാണെങ്കിലും ഇത്രയും വലിയൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഇറ്റ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അത്രയും അധികം വിൽ പവറും കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇപ്പോൾ 2014 BJP ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇത് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സംഭവം വേണമെന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് ടാസ്ക് അഹെഡ്.